1981 പാലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ എത്തിച്ച രേഖകൾ പ്രകാരം അച്ചാമ്മയുടെ മകൾ ജിഷയുടെ പിതാവ് സോമനാണെന്നാണ് സർക്കാർ ചീഫ് പി സി ജോർജ് പറയുന്നത്. ചിലവിന് നൽകണമെന്നാവശ്യപ്പെട്ട് തനിക്കെതിരെ അച്ചാമ്മ നൽകിയ പരാതി തെറ്റായിരുന്നുവെന്ന് കോടതിയിൽ അവർ തന്നെ സമ്മതിച്ചിരുന്നുവെന്നും ജോർജ് പറയുന്നു. ഇനി ഈ രേഖകൾ കാണുക. 1991 കനകപ്പലം MT ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ജിഷയുടെ SSLC സർട്ടിഫിക്കറ്റിന്റെ പകർപ്പാണിത്. ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയെന്ന് സർക്കാരുകൾ അംഗീകരിക്കുന്ന രേഖ. ഇതിൽ മുഴുവൻ പേര് ജിഷ ജോർജ് എന്നും പിതാവിന്റെ പേര് ജോർജ് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. 95 റാന്നി വിക്ടോറിയ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് ജിഷയ്ക്ക് നൽകിയ സർട്ടിഫിക്കറ്റിലും പിതാവിന്റെ പേര് ജോർജ് എന്ന് തന്നെ. തൊടുപുഴയ്ക്കടുത്ത് തട്ടാരത്തട്ട സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൽ ജിഷ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള രേഖകളായിരുന്നു മുൻപ് കോടതിയിലെത്തിയിരുന്നത്. പിന്നീട് ഈ കുടുംബം കനകപ്പലത്തേക്ക് താമസം മാറി. ഒരു കോടതിയുടെ എതിർവിധിയുണ്ടായതിനു ശേഷവും മകളുടെ പിതാവിന്റെ പേര് ജോർജ് തന്നെയെന്ന് അച്ചാമ്മ ഔദ്യോഗിക രേഖകളിൽ ചേർത്തുവന്നതിന്റെ തെളിവുകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഗൗരിയമ്മ ഉയർത്തിവിട്ട ആരോപണം പുതിയ തെളിവുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പി സി ജോർജിനെ കൂടുതൽ കുരുക്കുകയാണ്. PK രാജേഷ്, റിപ്പോർട്ടർ, കൊച്ചി.